ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള പഴംപൊരിയും പക്കവടയാണ്. അപ്പോൾ ഇത് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി, നല്ല ക്രിസ്പി ആയിട്ടുള്ള പക്കവടയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചിട്ടെടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറുണ്ടെങ്കിൽ അതിൽ ചേർത്തിട്ട് അരച്ചെടുത്താലും മതി. അരച്ചെടുത്തിട്ടുള്ള ഈ ചോറിൻ്റെ കൂട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കണം. ഒരു 6 ടേബിൾ സ്പൂണ് മൈദ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കരിഞ്ജീരകമാണ്, ബ്ലാക്ക് ജീര എന്ന് പറയും. ഇത് ചേർത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ പഴംപൊരിക്ക്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ചേർക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്ക് പഴം പൊരിച്ചെടുക്കാനുള്ള ഒരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ അധികം ലൂസും അല്ല അധികം തിക്കും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ചിലവർക്ക് ഇഷ്ടം പഴംപൊരി നല്ല സോഫ്റ്റായിട്ട് കഴിക്കാനാണ്. ചിലവർക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ക്രിസ്പി വേണ്ടവർക്ക് കുറച്ച് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഈ ബാറ്റർ ഇപ്പോൾ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ പഴം പൊരിക്കുന്ന സമയത്ത് അതിൽ കോട്ടിങ് ചെയ്ത് നമുക്ക് കിട്ടണം. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ മൈദമാവിൻ്റെ കൂട്ട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴംപൊരി പൊരിക്കുന്ന സമയത്ത് കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടൂല. അപ്പോൾ നല്ല സോഫ്റ്റാണ്. നമ്മളിതിൽ ചോറ് ചേർത്തുകൊണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ നല്ലോണം ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഇതിൽ മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ഇപ്പോൾ നല്ല ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മളെ ബനാന ഇതിലോട്ട് മുക്കിയിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഈസി ആയിട്ട് കൈമേലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ഈസി ആയിട്ട് നമുക്ക് ബനാന ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പഴം പൊരിച്ചെടുക്കുന്ന സമയത്ത് ഈ മാവ് ബനാനയിൽ നല്ലോണം കോട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്നിട്ടാണ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയാൽ നമ്മൾ എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഒരു സൈഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ലൈറ്റ് യെല്ലോ കളറായിട്ട് എടുക്കണം. അധികം ഡാർക്കായിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മളെ പഴംപൊരിക്ക് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ലൈറ്റ് യെല്ലോ കളറാണ് പഴംപൊരിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡാർക്ക് കളർ ആവണ വരെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ അതിന് മുന്നേ തന്നെ എണ്ണയിൽ നമുക്ക് ഇതെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളെ പഴംപൊരി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എഗ്ഗൊക്കെ ചേർത്തിട്ടല്ലേ പഴംപൊരി ഉണ്ടാക്കാറുള്ളത്. അതിന് പകരം ചോറ് ചേർത്താൽ അതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു പഴം വെച്ചിട്ടാണ് ഈ പഴംപൊരി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് ബാറ്ററൊക്കെ അധികം എടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ചോറ് വെച്ചിട്ട് അടുത്തത് നമുക്ക് റൈസ് പക്കവട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റും പുറത്ത് ക്രിസ്പി ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് വേണം നമുക്ക്. ഇത് നമുക്ക് നല്ലോണം മാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ കൊണ്ടൊന്ന് നല്ലോണം ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ നമ്മൾ റൈസ് നല്ലോണം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പക്കവടയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 ഓണിയൻ സ്ലൈസ് ആക്കി എടുത്തതാണ്. 2 ടീസ്പൂണ് ജിഞ്ചർ, കുറച്ച് കറി ലീവ്സ്, കുറച്ച് മല്ലിയില. ഇത് നമുക്ക് ഈ മാഷ് ചെയ്തിട്ടുള്ള ചോറിലോട്ട് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കൈ കൊണ്ട് നല്ലോണം ഞെരടിയിട്ടെടുക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നല്ലോണം ഈ ഒനിയനും റൈസും കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കണം.
ഇനി ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് കായപ്പൊടിയും പിന്നെ ബൈൻഡിങ്ങിന് ആവശ്യമുള്ള പൊടി ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണ് മൈദമാവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ പക്കവടൻ്റെ ടെക്സ്ചർ നിങ്ങൾക്കറിയാലോ, അപ്പോൾ എത്രത്തോളം വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചില സമയത്ത് ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങി വരുമ്പോൾ കുറച്ച് കടലമാവ് അധികം ചേർക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പക്കവടൻ്റെ ഒരു ടെക്സ്ചറിൽ മാവ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് നിങ്ങൾ കുഴച്ചിട്ട് എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് യോജിച്ച് കിട്ടാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം അധികം വെള്ളമായി പോയാൽ നമ്മൾ കറക്റ്റ് ആ ടെക്സ്ചറിൽ കിട്ടില്ല. പിന്നെ 1/2 ടീസ്പൂണ് cuminseedും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് മാവിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ മാവ് നല്ല ക്രിസ്പി കിട്ടാനോ അധികം എണ്ണ കുടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് പക്കവടൻ്റെ ഷേപ്പിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഫ്ലെയിം ഈ സമയത്ത് അധികം ലോയിലാക്കിയിട്ട് വെക്കരുത്, ഹൈയിലാക്കിയിട്ട് വെക്കരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോഴാണ് നമുക്ക് ഉള്ളൊക്കെ വെന്തിട്ട് പുറത്തൊക്കെ ക്രിസ്പി ആയിട്ടുള്ള പക്കവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ക്രിസ്പി ആവണ വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഈ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.